this neighbor country's flag itself, that is Muslim League's flag. കേരളത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരാണുള്ളത്. ഒന്ന് ലോക്സഭ എം പി സുരേഷ് ഗോപി, രണ്ട് രാജ്യസഭ എം പി ജോർജ് കുര്യൻ. രണ്ടുപേരും ക്യാബിനറ്റ് മന്ത്രിമാരല്ല, സഹമന്ത്രിമാരാണ്. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് എടുത്തന്നെ പറയാം. ഒരാളാണെങ്കിൽ റിലീസ് സിനിമകളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കുറിച്ച് പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. മറ്റൊരാളാണെങ്കിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായ കാര്യങ്ങളാണ് രാജ്യസഭയിൽ ആവർത്തിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യാജമായ കാര്യമാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത്. ലീഗിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയെ പോലാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് സഭയിൽ പറഞ്ഞു. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂട്ടുപിടിച്ചാണ് ഈ കാര്യങ്ങൾ ജോർജ് കുര്യൻ പറയുന്നത്. അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നാൽ പോലും കോൺഗ്രസിൻ്റെ ഒരംഗം പോലും എതിർപ്പ് എണ്ണീറ്റില്ല എന്നുള്ളതാണ്. എതിർപ്പ് എണ്ണീറ്റത് വേറൊരു മലയാളി സഭാ സാമാജികനാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ എം പി ആയിരുന്നു. എന്തായാലും ജോർജ് കുര്യൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. Actually, the people of Kerala and this representative want to support this bill. So many MPs, they know that their future will be in darkness. But the prince and princess want to be elected from Wayanad. That is the reason. Want to be elected from Wayanad. You might have seen that flag. Which flag is that? That is resembling our this neighbor country's flag itself. That is Muslim League's flag. Muslim League flag. The same name, Jinnah's party. The same name of the Jinnah's party. Same name of the Jinnah's party. George Kurian. Jawaharlal Nehru and Jinnah divided India, and they go together in Wayanad. And these people are compelled to oppose this bill. What will be the future of other MPs? You think that is happening? That is happening. Mr. George Kurian, please conclude. Yes, sir. Conclude. Yes. 3 minutes are there. Yes, sir. I am concluding. See. Yes. Conclude. Please. See, sir, regarding He has this, a point of order, please. Yes. Rule number. 240. Yes. Sir, here the minister has spoken the irrelevant repetition, and he is continuously making the baseless statements, and he is trying to insult a legislative assembly of Kerala also. So, sir, these things already repeating, so it will not allow, sir, in this आप सही August कह रहे हैं. house. ये रूल सभी माननीय सदस्यों के लिए एप्लीकेबल है, इंक्लूडिंग द मिनिस्टर, राइट? Sir, so that is ജോർജ് കുര്യൻ പറയുന്നത് ഇത്രയുമാണ്. കേരളത്തിലുള്ള ജനങ്ങൾക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കും വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ രാജകുമാരിക്കും ഇനിയും ഇലക്ഷൻ ജയിക്കണമെങ്കിൽ, വയനാട്ടിൽ നിന്ന് ഇലക്ഷൻ ജയിക്കണമെങ്കിൽ വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എതിർക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ തവണ നിങ്ങൾ കണ്ടതല്ലേ, പാകിസ്ഥാന് നമ്മുടെ അയൽ രാജ്യത്തിൻ്റെ കൊടിയുമായ സാമ്യമുള്ള കൊടിയുമായിട്ടാണ് അവർ ഇലക്ഷൻ പ്രചാരണത്തിന് എത്തിയത്. ജിന്നയുടെ അതേ പാർട്ടിയുടെ പേര് തന്നെയാണ് ഇപ്പോഴും മുസ്ലിം ലീഗിനെന്നും പറഞ്ഞ് അതുകൂടി കൂട്ടിച്ചേർത്താണ് ജോർജ് കുര്യൻ സഭയിൽ സംസാരിച്ചത്. ആ കാര്യം സഭയിൽ അവിടെ പറയേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി എണ്ണീറ്റത് CPIMൻ്റെ രാജ്യസഭ MP ആയിട്ടുള്ള V ശിവദാസനാണ്. ലീഗിൻ്റെ MP എണ്ണീട്ടില്ല, കോൺഗ്രസിൻ്റെ MP എണ്ണീട്ടില്ല. എന്തായാലും കോൺഗ്രസ്സുകാർ ലീഗിന് ഇത്രമാത്രമേ വില കൊടുക്കുന്നുള്ളൂന്ന് വീണ്ടും പരസ്യമായി തെളിഞ്ഞിരിക്കണം. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്തോട്ട്, അത് 2019 ലോക്സഭ ഇലക്ഷനകത്ത് കൊടിയമേ വന്നു. അത് പാകിസ്ഥാൻ്റെ കൊടിയുമാണെന്ന് പറഞ്ഞ് അവിടെ പ്രചാരണം നടന്നു. അത് നെഗറ്റീവായി എന്നാണ് കോൺഗ്രസ്സുകാരുടെ വ്യാഖ്യാനം. അത് മാത്രമായിരുന്നില്ല, നെഗറ്റീവ് എന്ന് വേറെ സുപ്രധാനമായ കണക്ക് വേറെയുണ്ട്. പക്ഷേ അത് വിട്ടേക്കാം. 2024 ലോക്സഭ ഇലക്ഷൻ എത്തിയപ്പോഴത്തേക്കും ലീഗിൻ്റെ പച്ചക്കൊടിക്ക് വയനാട്ടിൽ വലിയ വിലക്കായിരുന്നു. പച്ചക്കൊടിക്ക് പകരം പച്ച ബലൂണായിരുന്നു. വയനാട്ടിൽ ആദ്യം മത്സരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി മത്സരിച്ച് രാജിവെച്ചതിന് ശേഷം പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്തും പച്ചക്കൊടിക്ക് വിലക്കായിരുന്നു, ബലൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
വിലക്കില്ലാതെ ഇരുന്ന കാലത്തെക്കുറിച്ചാണ് വീണ്ടും ഇവിടെ ജോർജ് കുര്യൻ പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ സമയത്ത് അവിടെ പച്ചക്കൊടി ഇല്ല, അവിടെ ബലൂൺ മാത്രമേ ഉള്ളൂ. ബലൂൺ ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിനൊപ്പം ചേർത്ത് പറയേണ്ട സുപ്രധാനമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ അടിവസ്ത്രത്തിനകത്ത് തിരികൊണ്ടാണ് പല ലീഗുകാരും കൊടിയുമായിട്ട് വയനാട്ടിൽ പോയത്, ബലൂൺ പിടിച്ചുകൊണ്ട്. ആർക്ക് വേണ്ടിയാണോ വോട്ട് പിടിക്കാൻ വേണ്ടി അങ്ങനെ പോയത്, ആ ആൾ പരസ്യമായിട്ട് ഇത് ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, ഞങ്ങളുടെ സഖ്യകക്ഷിയുടെ കൂടി പാകിസ്ഥാൻ്റെ കൂടി പോലല്ല, ഈ സഖ്യകക്ഷിയുമായിട്ട് ചേർന്ന് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പരസ്യമായിട്ട് അവിടെ ഡൽഹി പറയണം. അത് പറയാത്തിടത്തോളം കാലം ഇതുപോലെ ലീഗ് നാണം കെടേണ്ടി വരും. പരസ്യമായിട്ടാണ് ലീഗിനെ ഇന്ന് ജോർജ് കുര്യൻ നാണം കെടുത്തിയത്. മാത്രമല്ല വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. പാകിസ്ഥാൻ്റെ കൊടിയല്ല മുസ്ലിം ലീഗിൻ്റെ കൊടി, അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ജിന്നയുടെ ലീഗുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചിരിക്കുകയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യം തന്നെയാണ്. അപ്പോൾ എണ്ണീറ്റെന്ന് പറയേണ്ടത് അവിടെ സഭയിൽ ബഹളം വെക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്. അവിടെയും ബഹളം വെക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും ലീഗിനെ വീണ്ടും നാണം കെടുത്തിരിക്കുകയാണ്. അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല കോൺഗ്രസ് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.